നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ സൈനിക ഇടപെടലിനെ അമേരിക്ക തയ്യാറെടുക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യാക്രമണ സാധ്യത മുൻപിൽ കാണുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അറബിക്കടൽ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചായിരിക്കും അമേരിക്കയുടെ ആക്രമണമെന്നാണ് സൂചന. ഇറാനിലെ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായി അടിച്ചമർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ സൈനിക നീക്കം. മേഖലയിൽ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ US വിന്യസിച്ചിട്ടുണ്ട്. US നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ അറബിക്കടലിലേക്കാണ് നീങ്ങുന്നത്. ഈ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളിൽ ഇതിനകം എത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ, ഖത്തർ എന്നിവിടങ്ങളടക്കം മേഖലയിൽ അധിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക വിന്യസിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് സാധ്യതയുള്ള ഒരു പരിമിത സൈനിക ഇടപെടലിനുള്ള മുന്നൊരുക്കമാണെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. US ഇറാൻ സംഘർഷം ഉയർന്നാൽ അതിന്റെ ആദ്യ പ്രതിഫലം ഹോർമുസ് കടലിടുക്ക് വഴി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകും. അതിനാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കാത്ത രീതിയിലുള്ള പരിമിത സൈനിക നടപടികളായിരിക്കും US സ്വീകരിക്കുക എന്നതാണ് വിലയിരുത്തൽ. ദീർഘകാലവും ചിലവേറിയതുമായ യുദ്ധത്തിൽ താൽപ്പര്യമില്ലാത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടുള്ള യുദ്ധത്തിന് പകരം ഇറാനിലെ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലേക്കാവാം കടക്കുകയെന്ന് സൂചനയുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവ് ഖമേനിയെ മാറ്റി റസ പഹ്ലവിയെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. US ആക്രമണം ആരംഭിച്ചാൽ ഇസ്രായേലും സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പ്രതികരണം ഉണ്ടാകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഗാസയും ലെബനനും പിന്നാലെ മൂന്നാമതൊരു യുദ്ധമുഖം തുറക്കേണ്ട സാഹചര്യം ഇസ്രായേലിന് നേരിടേണ്ടി വന്നേക്കും. ജനകീയ പ്രതിഷേധം അടിച്ചമർത്തുന്ന നടപടിയിലേക്ക് കടന്ന ഇറാനെതിരെ സൈനിക നടപടിയിലേക്ക് USഉം ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് ഉടൻ സൈനിക നടപടി ആരംഭിക്കുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അറബിക്കടൽ വഴിയോ പേർഷ്യൻ ഗൾഫ് ഓഫ് മേഖല വഴിയോ ആയിരിക്കും USന്റെ തിരിച്ചടി എന്നാണ് റിപ്പോർട്ട്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ മേഖലയിൽ US സജ്ജമാക്കിയതായും US നാവികസേനയുടെ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ ഇതിനായി യുദ്ധമേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ദക്ഷിണ ചൈന കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന വിമാനവാഹിനി കപ്പൽ വൈകാതെ അറബിക്കടലിൽ നങ്കൂരമിട്ടേക്കും. USന്റെ F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങൾ ഇതിനകം പശ്ചിമേഷ്യയിലുണ്ട്. US സെൻട്രൽ കമാൻഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിൽ ഈ വിമാനം ഇറങ്ങുന്നതിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലുടനീളം പ്രത്യേകിച്ച് ഇസ്രായേൽ, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ US കൂടുതൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധത്തിൽ ഇതുവരെ 3117 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറയടക്കം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 2427 പേർ സാധാരണക്കാരും ബാക്കിയുള്ളവർ സുരക്ഷാ സേനാ അംഗങ്ങളുമാണ്. എന്നാൽ മരണസംഖ്യ 20,000 പിന്നിട്ടിരിക്കാമെന്നാണ് വിവിധ രാജ്യാന്തര സംഘടനകൾ പറയുന്നത്. ഡിസംബർ 28-ന് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ പണപ്പെരുപ്പത്തിനെതിരെ ആരംഭിച്ച വ്യാപാരികളുടെ സമരമാണ് പിന്നീട് രാജ്യവ്യാപക സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറിയത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചിലവേറിയ യുദ്ധത്തിന് ട്രംപിന് താല്പര്യമില്ലെന്നാണ് സൂചന. പുടിന്റെയും സെലൻസ്കിയുടെയും അനുഭവം ട്രംപിന് മുന്നിലുണ്ട്. അതിനാൽ വെനസ്വേലയിലെ പോലെ ഭരണമാറ്റത്തിന് വേണ്ട നടപടികളായിരിക്കും ട്രംപ് ഇറാനിൽ എടുക്കുക. ഖമേനിയെ പുറത്താക്കി ഭരണം റസ പഹ്ലവിയെ ഏൽപ്പിക്കാനാണ് ട്രംപ് പദ്ധതിയിടുന്നതെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരായി യുദ്ധം ആരംഭിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹോർമുസ് കടലിടുക്കിനെയും അതുവഴി ഗൾഫ് രാജ്യങ്ങളെയും ആയിരിക്കും. അതിനാൽ കൂടുതൽ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് കടക്കാതെയുള്ള സൈനിക നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യത. US ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലും ആ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നാണ് നിലവിലെ അവസ്ഥ. US ആക്രമണം നടത്തിയാൽ മേഖലയിലെ USന്റെ പ്രധാന പങ്കാളിയായ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അയൺ ഡോം ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന് കരുത്ത് പകരുന്നുണ്ടെങ്കിലും ഗാസയിലും ലെബനനിലും ഒരേ സമയം ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ഇതോടെ മൂന്നാമതൊരു യുദ്ധമുഖം തുറക്കേണ്ടി വരും. അമേരിക്കയിൽ നിന്നുള്ള ഭീഷണികളിൽ ഇറാൻ പരിഭ്രാന്തരല്ലെന്ന് ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഹിലാഹി പറഞ്ഞു.
തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് മായ്ക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളിയാഴ്ച വാർത്താ ഏജൻസിയായ ANAക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ പ്രസ്താവന പുതിയതല്ല, ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ് എന്നാണ് അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ഭരണത്തിന് അറുതി വരുത്തണമെന്നും ഇറാനിൽ പുതിയ നേതൃത്വം വേണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കണക്കിലെടുത്ത് പെന്റഗൺ തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളെ മേഖലയിലേക്ക് വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തെയും ഇലാഹി തള്ളിക്കളഞ്ഞു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഹറാം, അതായത് ഇസ്ലാമിക് വിരുദ്ധമാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വൈദ്യചികിത്സ, ഊർജ്ജോൽപാദനം, മാനുഷിക ആവശ്യങ്ങൾ എന്നിവയ്ക്കായി മാത്രമാണ് ഇറാൻ ആണവോർജ്ജം ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു പല രാജ്യങ്ങളും ആണവശേഷി കൈവരിച്ചിട്ടും ഇറാന് നേരെ മാത്രം ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയുമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും ഇലാഹി പറഞ്ഞു. സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും ബാധിക്കും. ഇറാന്റെ ആഭ്യന്തര പ്രതിഷേധങ്ങൾക്കിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ച നടപടിയും അദ്ദേഹം ന്യായീകരിച്ചു. വിദേശത്തുള്ള ഇറാന്റെ ശത്രുക്കൾ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയാണെന്നും അത് തടയാനാണ് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്കൽ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് ലോകത്തുള്ള സ്വാധീനം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം വിമർശിച്ചു. ചില വൻശക്തി രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റണമെന്നും എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതിനിടയിൽ യുദ്ധക്കപ്പലുകൾ ഉപയോഗിക്കേണ്ടി വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നെന്നും എന്നാൽ ഈ നടപടി അത്യാവശ്യമാണെന്നും ട്രംപ് പറഞ്ഞു. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായിരിക്കണമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഇതുവരെ 4716 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായി US ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടന റിപ്പോർട്ട് ചെയ്തു. 203 സർക്കാർ ഉദ്യോഗസ്ഥരും പ്രതിഷേധങ്ങളുടെ ഭാഗമല്ലാതിരുന്ന 43 കുട്ടികളും 40 പൗരന്മാരും ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടു. 26,800-ലധികം പേർ തടവിലായെന്നും ഇറാൻ പുറത്തുവിട്ട മരണസംഖ്യ യാഥാർത്ഥ്യത്തെക്കാൾ വളരെ കുറവാണെന്നും സംഘടന അറിയിച്ചു. മാത്രമല്ല, കൊല്ലപ്പെട്ടവരിൽ ചിലർ തീവ്രവാദികളാണെന്നായിരുന്നു ഇറാന്റെ വാദം.